നമ്മുടെ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ലെയറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ 1 2 3 4 ഈ 4 എഡ്ജുകളും സോൾവ് ചെയ്യുമ്പോൾ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് പഠിക്കാം. ഇതേ കണ്ടില്ലേ, നമ്മുടെ ഈ 4 എഡ്ജും സോൾവ് ചെയ്തപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ സോൾവ് ആയിട്ടുണ്ട്. നമ്മുടെ 2 ലെയർ സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പഠിക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ ബ്ലാങ്ക് ക്യൂബിൽ സെക്കൻഡ് ലെയർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ മാത്രം ഒന്ന് ഷഫിൾ ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ നമ്മുടെ ക്യൂബ് നന്നായിട്ട് ഷഫിളായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന 1 2 3 4 ഈ കാണുന്ന 4 എഡ്ജസും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ലെയർ ഫിനിഷ് ആവുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ അപ്പർ ലെയറിലുള്ള എഡ്ജ് പീസുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പർ ലെയറിലുള്ള 4 എഡ്ജ് പീസുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. 1 2 3 4. അതിൽ ബ്ലാങ്ക് അല്ലാത്ത ക്യൂബുകൾ ഉറപ്പായും നമ്മുടെ സെക്കൻഡ് ലെയറിലെ എഡ്ജ് പീസസ് ആയിരിക്കും. അപ്പോൾ ഇത് ബ്ലാങ്ക് ആണ്, ഇത് ബ്ലാങ്ക് അല്ല. ഇത് ഗ്രീൻ ഓറഞ്ച്, ഗ്രീനിൻ്റെ ഓറഞ്ചിൻ്റെ എഡ്ജ് പീസാണിത്. ബ്ലൂ ഓറഞ്ച്, ഇത് ബ്ലൂവിൻ്റെ ഓറഞ്ചിൻ്റെ എഡ്ജ് പീസാണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് നമുക്ക് ഈ എഡ്ജ് എടുക്കാം, ബ്ലൂ ഓറഞ്ച്. ഈ പീസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫ്രണ്ട് ഫേസിൽ വരുന്ന കളറിനെ നമ്മൾ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിക്കണം. എന്നിട്ട് ഇതിപ്പം മാച്ചല്ല, അപ്പോൾ നമ്മൾ ഇതിങ്ങോട്ട് മൂവ് ചെയ്യുക. ഇതും മാച്ചല്ല, ഇങ്ങോട്ട് മൂവ്. എന്നിട്ട് ഇപ്പോഴും മാച്ച് ആവുന്നില്ല, വീണ്ടും മൂവ് ചെയ്യുക. ഇപ്പോഴും ഓറഞ്ചുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്, ഓറഞ്ച് സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് റൈറ്റ് സൈഡ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും വരുന്നത്. ഇതിപ്പോൾ ഇവിടെയാണ് വരേണ്ടത് എന്ന് പറഞ്ഞാൽ ബ്ലൂവും ഓറഞ്ചും അല്ലേ. അപ്പോൾ ഓറഞ്ച് ഇവിടെ, ബ്ലൂ ഇവിടെ. ഇതിങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അറിയാം. നമുക്കിപ്പോൾ ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ പ്ലേസ് ചെയ്ത് എന്താ പറ്റുന്നത്, ഫസ്റ്റ് ലെയർ നമുക്ക് മിസ്സാവും. അതുകൊണ്ട് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് നമ്മുടെ ആൽഗരിതംസ് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്ത സമയത്ത് നമ്മളൊരു റിവേഴ്സ് ആൽഗരിതം യൂസ് ചെയ്തില്ല. അതാണ് ആ സെയിം ആൽഗരിതമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മുടെ അപ്പർ ലെയർ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ റൈറ്റ് ലെയർ മേളിലോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് അപ്പർ ലെയർ തിരിച്ച് കൊണ്ടുപോവുക. പിന്നെ റൈറ്റ് ലെയർ തിരിച്ച് താഴോട്ട് കൊണ്ടുവരിക. ഇതൊരു പ്രാവശ്യമായി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുന്നറിയോ, ഇപ്പോൾ വൈറ്റ് നമ്മുടെ റൈറ്റ് ഫേസിലാണ് വൈറ്റ് ഇരിക്കുന്നത്. ഇനി വൈറ്റിനെ നമ്മുടെ ഫ്രണ്ട് ഫേസിലാക്കണം. ക്യൂബ് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് ഫേസിലാക്കണം. ഇനി നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റിവേഴ്സ് ആൽഗരിതം യൂസ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് വരെ നമ്മളെല്ലാം റൈറ്റ് സൈഡിലാണ് റിവേഴ്സ് ആൽഗരിതം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഇത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ആൽഗരിതം ചെയ്യേണ്ടി വരും. ആൽഗരിതം സെയിം ആൽഗരിതം തന്നെയാണ്, പക്ഷേ റൈറ്റ് ചെയ്തത് ജസ്റ്റ് നമ്മൾ അതിൻ്റെ മിററായിട്ട് ലെഫ്റ്റ് സൈഡ് ചെയ്യണം. അപ്പർ ലെയറിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ലെഫ്റ്റ് ലെയറിനെ മേളിലോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് അപ്പർ ലൈനെ തിരിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് ലെഫ്റ്റ് ലെയറിനെ താഴോട്ട് കൊണ്ടുവരിക. അപ്പോഴത്തേക്കും നമ്മുടെ ഈ എഡ്ജ് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എഡ്ജ് സോൾവ് ചെയ്യാം. ബാക്കിയെല്ലാം ബ്ലാങ്ക് ക്യൂബ്സാണ് ഇവിടെ ഇരിക്കുന്നത്. അടുത്തൊരൊറ്റ എഡ്ജ് മാത്രമേ മേളിലുള്ളൂ, അതിവിടെ ഇരിക്കുകയാണ്. അത് നമ്മൾ ഫ്രണ്ട് ഫേസായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. മാച്ചായില്ല, ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. ഇത് മാച്ചായില്ല, ഇവിടെ റെഡാണ്. ഇവിടെ മാച്ചായിട്ടുണ്ട്, ഗ്രീനിൽ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് ഗ്രീനിൻ്റെ ഓറഞ്ചിൻ്റെ എഡ്ജ് പീസാണ് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ട് ഓറഞ്ച് റൈറ്റ് സൈഡിലാണ്, ഇത് റൈറ്റ് സൈഡിലാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡ് ആൽഗരിതത്തിൽ നിന്ന് തുടങ്ങുകയാണ്. യു ആർ യു പ്രൈം ആർ പ്രൈം
ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈറ്റ് ഫേസിനെ നമുക്ക് ഫ്രണ്ട് ഫേസിലാക്കണം. റൈറ്റ് സൈഡിലുള്ള വൈറ്റ് ഫേസിനെ നമുക്ക് ഫ്രണ്ട് ഫേസ് ആക്കണം. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വന്നതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് റിവേഴ്സ് ആൽഗരിതം നമ്മൾ ഇവിടെ യൂസ് ചെയ്യാണ്. അതുപോലെ തന്നെ അപ്പർ ലെയർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നു. ലെഫ്റ്റ് ലെയർ നമ്മൾ മേളിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പർ ലെയർ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നു. ലെഫ്റ്റ് ലെയർ നമ്മൾ താഴോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ ഈ എഡ്ജും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എഡ്ജ് നോക്കാം. അടുത്ത എഡ്ജസ് ഒന്നും തന്നെ നമ്മുടെ മേളിലുള്ള എഡ്ജസ് എല്ലാം ബ്ലാങ്ക് ആണ്. ഇനി ഒരു എഡ്ജസും ഇല്ല മേളിൽ. അപ്പം അപ്പോഴാണ് നമ്മുടെ എഡ്ജ് നോക്കേണ്ടത്. ഒരു എഡ്ജ് ഇവിടെ ഇരിപ്പുണ്ട്, ഒരു എഡ്ജ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് രണ്ടും സെക്കൻഡ് ലെയറിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം, ഇത് രണ്ടും വരേണ്ട സ്ഥലത്തല്ല വന്നേക്കുന്നത്. ഇതിപ്പോൾ ഈ റെഡും ഗ്രീനും വരേണ്ടത് ഇവിടെയാണ്. ഇതിപ്പോൾ വന്നേക്കുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ഈ ബ്ലൂവും റെഡും വരേണ്ടത് ഇവിടെയാണ്. ഇത് രണ്ടും ഷഫിളായാണ് ഇരിക്കുന്നത്. ഇവിടെ വരേണ്ട ക്യൂബ് ഇവിടെയും ഇവിടെ വരേണ്ട ക്യൂബ് ഇവിടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ശരിയായിട്ട് ഫിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ലെയർ നമ്മുടെ കംപ്ലീറ്റ് ആവുള്ളൂ. ആദ്യമായി ഇതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആദ്യം ഓരോ ക്യൂബായിട്ട് ഇതിന് നമ്മൾ ഈ അപ്പർ ലെയറിൽ എത്തിക്കണം. അതിനുശേഷം ഇത് ശരിയായിട്ടുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യണം. നമുക്ക് ഇത് റൈറ്റ് സൈഡ് പിടിച്ചിട്ട് നമുക്ക് സെയിം ആയിട്ട് നമ്മുടെ എഡ്ജ് പീസ് മേളിൽ നിന്ന് താഴെ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനെ മേളിൽ കൊണ്ടുപോകാനും പറ്റും. നമ്മുടെ സെയിം ടെക്നിക്ക് യൂസ് ചെയ്ത് തന്നെ നമുക്കിത് ഇതിനെയും മേളിൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സെയിം അതേ ആൽഗരിതം ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് റൈറ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുക. യു ആർ യു പ്രൈം ആർ പ്രൈം. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡുള്ള വൈറ്റ് സൈഡ് ഫ്രണ്ട് ഫേസ് ആക്കുക. എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡായി വന്നുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് റിവേഴ്സ് ആൽഗരിതം ചെയ്യുക. അപ്പർ ലെയർ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, ഇത് മേളിലോട്ട് കൊണ്ടുപോവുക, ഇത് റിട്ടേൺ കൊണ്ടുവരിക, ഇത് ഡൗൺ ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ബ്ലാങ്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഫിനിഷ് ചെയ്യേണ്ട പീസ് മേളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പീസ് നമുക്ക് സോൾവ് ചെയ്യാം. ഇതിനാദ്യം എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഫ്രണ്ട് ഫേസിൽ വരുന്ന നമ്മുടെ ഈ കളറുമായിട്ട് മാച്ച് ചെയ്യുക, സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യുക. ഇവിടെ മാച്ച് ആയിട്ടില്ല, ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ മാച്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സെക്കൻഡ് കേസ് വന്നിരിക്കുകയാണ്. നമ്മൾ ഇത്ര നേരം റൈറ്റ് സൈഡ് വരുന്ന ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് വരുന്നതല്ല, ഇത് ലെഫ്റ്റ് സൈഡ് വരുന്നതാണ്. ലെഫ്റ്റ് സൈഡാണ് റെഡ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങണം. അപ്പർ ലെയർ നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, ലെഫ്റ്റ് ലെയർ മേളിലോട്ട് കൊണ്ടുപോവുക, അപ്പർ ലെയർ തിരിച്ചു കൊണ്ടുപോവുക, ലെഫ്റ്റ് ലെയർ താഴോട്ട് കൊണ്ടുവരിക. ലെഫ്റ്റ് സൈഡ് വന്നിരിക്കുന്ന ഈ വൈറ്റ് പീസിനെ നമ്മൾ ഫ്രണ്ട് ഫേസിലാക്കുക. എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ആൽഗരിതം ചെയ്യുക. നമ്മൾ റിവേഴ്സ് ഇപ്പോൾ റൈറ്റ് സൈഡ് വന്നിട്ടുണ്ട്, റിവേഴ്സ് ആൽഗരിതം ചെയ്യുക. റൈറ്റ് സൈഡുള്ള ഇത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, ഇത് മേളിലോട്ട് കൊണ്ടുപോവുക, ഇത് തിരിച്ചു കൊണ്ടുവരിക, താഴോട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പീസും ഫിനിഷ് ആയിട്ടുണ്ട്, ഈ എഡ്ജും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു എഡ്ജ് ഇവിടെ ഉണ്ടായിരുന്ന ഫിനിഷ് ആവാത്ത ഇവിടെ ഉണ്ടായിരുന്ന എഡ്ജ് മേളിൽ വന്നിട്ടുണ്ട്. നമുക്ക് എഡ്ജിന് നോക്കാം. എന്നിട്ട് ഫ്രണ്ട് ഫേസുമായിട്ട് മാച്ച് ചെയ്യുക. ഇവിടെ മാച്ച് ആയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ വീണ്ടും സെയിമായിട്ട് ലെഫ്റ്റ് സൈഡ് പോകുന്ന കേസാണ് ഇവിടെ വരുന്നത്. ബ്ലൂ ഇവിടെ ലെഫ്റ്റ് സൈഡാണ്, ഇവിടെ ഗ്രീൻ ആൾറെഡി സോൾവ് ആയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡ് വരുന്ന കേസാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് തന്നെ വീണ്ടും ചെയ്യുക. അപ്പർ ലെയർ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, ലെഫ്റ്റ് ലെയർ മേലോട്ട് കൊണ്ടുപോവുക, അപ്പർ ലെയർ തിരിച്ചു കൊണ്ടുവരിക, ലെഫ്റ്റ് ലെയർ താഴോട്ട് കൊണ്ടുവരിക. ഈ വൈറ്റ് സൈഡിൽ നമ്മൾ ഫ്രണ്ടിൽ ഫേസ് ചെയ്യുക. പിന്നെ റൈറ്റ് സൈഡ് നമ്മൾ റിവേഴ്സ് ആൽഗരിതം യൂസ് ചെയ്യുക. അപ്പർ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവുക, റൈറ്റ് മേലോട്ട് കൊണ്ടുപോവുക, അപ്പർ തിരിച്ചു കൊണ്ടുവരിക, റൈറ്റ് താഴോട്ട് കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറും സോൾവ് ആയിരിക്കുകയാണ് ഇവിടെ. സിമ്പിൾ അല്ലേ?
അപ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ ക്യൂബിൽ നിന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ മാത്രം സോൾവ് ചെയ്തിട്ട് നന്നായിട്ട് ഷവൾ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യൂബാണ്. ഇതിൽ നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം നമുക്ക് എഡ്ജ് പീസസ് ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു എഡ്ജ് പീസ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു എഡ്ജ് പീസ് വന്നിട്ടുണ്ട്, ഇവിടെയും ബ്ലാങ്ക് ആണ്. ബ്ലാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലാങ്ക് ക്യൂബിൽ ചെയ്തപ്പോഴാണ് അത് ബ്ലാങ്ക് ആയിരുന്നത്. ഇതിൽ വരുമ്പോൾ യെല്ലോ കളർ വരുന്ന ഒരു പീസും നമ്മുടെ മിഡിൽ ലെയറിൽ വരത്തില്ല. സെക്കൻഡ് ലെയറിൽ യെല്ലോ കളർ വരുന്ന ഒരു പീസും വരത്തില്ല, കാരണം യെല്ലോ ടോപ്പ് കളറാണ്. അപ്പോൾ യെല്ലോ പീസുകൾ മൊത്തം ടോപ്പിൽ മാത്രമേ വരത്തുള്ളൂ. യെല്ലോ കളർ വരുന്ന എഡ്ജ് പീസൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യെല്ലോ ഒഴിവാക്കിയിട്ട് ഇത് കണ്ടില്ലേ, ഈ എഡ്ജ് പീസിൽ യെല്ലോ ഉണ്ട്, ഈ എഡ്ജ് പീസിലും യെല്ലോ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത് വരത്തില്ല. യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസ് നോക്കണം. ഇത് കണ്ടില്ലേ, റെഡ് ബ്ലൂ, ഇത് നമ്മുടെ സെക്കൻഡ് ലെയറിലെ പീസാണ്. ഇതും അതുപോലെ തന്നെ ഓറഞ്ച് ബ്ലൂ, ഇതും നമ്മുടെ സെക്കൻഡ് ലെയറിലെ പീസാണ്. അപ്പം നമുക്ക് ഓറഞ്ച് ബ്ലൂ എടുക്കുക. ആദ്യം നമ്മൾ ബ്ലാങ്ക് ക്യൂബിൽ പഠിച്ച പോലെ തന്നെ ഓറഞ്ചിനെ മാച്ച് ചെയ്യുക. ഫ്രണ്ട് ഫേസിലുള്ള ഓറഞ്ചിനെ മാച്ച് ചെയ്യുക നമുക്ക് സെൻറ്റർ ഫേസുമായിട്ട്. ഇവിടെ മാച്ച് ആവുന്നില്ല, ഇവിടെ മാച്ച് ആവുന്നില്ല. ഇവിടെ ഓറഞ്ച് വന്നിട്ടുണ്ട്, ഇവിടെ മാച്ചായി. ഇനി നമുക്ക് നോക്കാം. ഓറഞ്ച് ബ്ലൂ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ ഗ്രീനാണ്, ഇവിടെ ബ്ലൂ ആണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ തന്നെയാണ് പീസ് വരേണ്ടത്. അതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ റിവേഴ്സ് ആൽഗോരിതം ചെയ്യാം. നമുക്ക് യു ആർ യു പ്രൈം ആർ പ്രൈം, എന്നിട്ട് നമ്മൾ റൈറ്റ് ഫേസിനെ ഫ്രണ്ട് ഫേസിലാക്കുന്നു. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റിവേഴ്സ് ആൽഗോരിതം ചെയ്യുന്നു. യു പ്രൈം എൽ പ്രൈം യു എൽ. നമ്മുടെ ഫസ്റ്റ് എഡ്ജ് സോൾവ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് നെക്സ്റ്റ് പീസ് നോക്കാം. നെക്സ്റ്റ് ഒരു പീസ് ഇവിടെ ഉണ്ടല്ലോ, ഒരു പീസ് ഇവിടെയുണ്ട്. ഇതിനാദ്യം നമുക്ക് റെഡുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കാം. ഫ്രണ്ട് ഫേസ് റെഡുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കാം. റെഡുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലൂ ലെഫ്റ്റ് സൈഡാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഗ്രീനാണ്, ബ്ലൂ ലെഫ്റ്റ് സൈഡാണ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ആൽഗോരിതത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യു പ്രൈം എൽ പ്രൈം യു എൽ, എന്നിട്ട് നമ്മൾ വൈറ്റ് ഫേസ് ഫ്രണ്ടിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡ് റിവേഴ്സ് ആൽഗോരിതം യു ആർ യു പ്രൈം ആർ പ്രൈം. അങ്ങനെ നമ്മുടെ ഈ എഡ്ജും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കുള്ളത് എഡ്ജിൽ തന്നെ ഷവളായിരിക്കുകയാണ്. ഈ എഡ്ജിൽ വരേണ്ടത് ഇവിടെയും ഈ എഡ്ജിൽ വരേണ്ടത് ഇവിടെയും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ എഡ്ജിനെ ആദ്യം ഏതെങ്കിലും ഒരു എഡ്ജിനെ മേളിൽ കൊണ്ടുവരണം, മേളിലത്തെ ലെയറിൽ കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ അതേ ആൽഗോരിതം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ റിവേഴ്സ് ആൽഗോരിതം റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങണം. യു ആർ യു പ്രൈം ആർ പ്രൈം, എന്നിട്ട് വൈറ്റ് നമ്മുടെ ഫ്രണ്ട് ഫേസ് ആക്കിയിട്ട് ലെഫ്റ്റ് ആൽഗോരിതം യു പ്രൈം എൽ പ്രൈം യു എൽ. അപ്പോൾ നമ്മുടെ എഡ്ജ് പീസ് മേളിൽ ചെന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ ഗ്രീനുമായിട്ട് മാച്ച് ചെയ്യിക്കുക. ഗ്രീൻ എവിടെയാണ്, ഗ്രീനുമായിട്ട് മാച്ച് ചെയ്യിക്കുക. എന്നിട്ട് എവിടെ പോകേണ്ടത്, റൈറ്റ് സൈഡാണ് വരേണ്ടത്. റൈറ്റ് സൈഡ് ഇത് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഗ്രീനിൻ്റെയും റെഡിൻ്റെയും എഡ്ജ് പീസ് ഇവിടെ വരെയുള്ള പീസാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മേളിൽ പോകും. ഇതിവിടെ പ്ലേസ് ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മേളിൽ പോകും. അപ്പം നമുക്ക് ഇതിനെ ആദ്യം ഇവിടെ പ്ലേസ് ചെയ്യാം. റൈറ്റ് സൈഡ് ആയതുകൊണ്ട് റൈറ്റ് സൈഡ് ആൽഗോരിതം യൂസ് ചെയ്യുക. യു ആർ യു പ്രൈം ആർ പ്രൈം, എന്നിട്ട് വൈറ്റ് ഫേസിനെ ഫ്രണ്ട് ഫേസ് ആക്കുക. ആൻഡ് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ആൽഗോരിതം, ലെഫ്റ്റ് സൈഡ് റിവേഴ്സ് ആൽഗോരിതം യു പ്രൈം എൽ പ്രൈം യു എൽ. അപ്പം നമ്മുടെ ഈ എഡ്ജും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ എഡ്ജിലുണ്ടായിരുന്ന സോൾവ് ആവാത്ത പീസ് മേളിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, എവിടെയാണ് ആ പീസ് ഇരിക്കുന്നത്.
റെഡ് ഗ്രീനാണ്. അപ്പോൾ റെഡ് സെൻറ്ററായിട്ട് മാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡ് റിവേഴ്സ് ആൽഗോരിതം, റൈറ്റാണ് വരേണ്ടതുകൊണ്ട് റൈറ്റ് സൈഡ് റിവേഴ്സ് ആൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുക. യു ആർ യു പ്രൈം ആർ പ്രൈം, എന്നിട്ട് റൈറ്റ് ഫ്രണ്ട് ഫേസ് ആക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് റിവേഴ്സ് ആൽഗോരിതം യു പ്രൈം എൽ പ്രൈം യു എൽ. ഇപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ എഡ്ജും ഫിനിഷ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ 2 ലെയർ സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ലെയർ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.